ആലപ്പുഴ ചെങ്ങന്നൂർ നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ മഹാദേവ ക്ഷേത്രം കിഴക്കേനട ചിന്മയ റോഡ് തകർന്ന് 10 വർഷമായിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചിന്മയ വിദ്യാലയത്തിലേക്ക് കുട്ടികളും സ്കൂൾ വാഹനങ്ങളും ദിവസവും കടന്നുപോകുന്നത് അതീവ അപകടകരമായ ഈ പാതയിലൂടെയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്കും ആറന്മുള, പുത്തൻകാവ്, കൊടിയാട്ടുകര തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുമുള്ള പ്രധാന പാതയാണിത്. നഗരത്തിലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു റോഡ് തകർന്നിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരന്തരം അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡായതിനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ തുക വേണമെന്നാണ് അധികൃതരുടെ വിശദീകരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെങ്ങന്നൂർ നഗരസഭയുടെ ഏകദേശം 24-ാം വാർഡും 3-ാം വാർഡും കൂടെ ചേരുന്നൊരു റോഡാണ് ഈ പോകുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ ശോചനീയാവസ്ഥയിൽ കിടന്നിട്ട് ഏകദേശം 10 വർഷക്കാലമോളമായി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു റോഡും അതുപോലെ തന്നെ ഇവിടെ സ്കൂള് ഈ റോഡിലുണ്ട്. അതുപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്ക്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ചെങ്ങന്നൂരിൻ്റെ ഒരു ഹൃദയഭാഗത്തുള്ള റോഡ് തകർന്നു കിടന്നിട്ട് 10 വർഷക്കാലത്തോളമായി. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഏകദേശം 60 ലക്ഷം രൂപ ഇതിനു വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 1 കിലോമീറ്റർ പോലും നീളമില്ലാത്ത ഈ റോഡ് 60 ലക്ഷം രൂപ അടങ്കൽ തുക വെച്ചിട്ട് പോലും PWDന് പൂർത്തീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. കാര്യം സൈഡ് ഓടകളോ സൈഡ് കോൺക്രീറ്റുകളോ ഒന്നുമേ ഇല്ല. അറിയില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റോഡ് മാത്രം ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് എന്നുള്ളത് ഈ ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനാണെന്നുള്ളതോ മനസ്സിലാക്കുന്നില്ല. ചിന്മയ റോഡ് ഉൾപ്പെടെ 7 റോഡുകൾ നവീകരിക്കുന്നതിന് പണം അനുവദിച്ചിരുന്നു. എന്നാൽ കരാറുകാർ ഏറ്റെടുക്കാത്തതിനാൽ പണി തുടങ്ങാനായില്ല. റീടെൻഡർ വിളിച്ചപ്പോഴും കമ്പനികൾ അധിക നിരക്കാണ് ആവശ്യപ്പെട്ടത്. പൊതുമരാമത്ത് വകുപ്പിന് അധിക നിരക്ക് അനുവദിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. അതിനാൽ അധിക നിരക്ക് അനുവദിക്കുമോ റീടെൻഡറിന് വിടുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാവാത്തതാണ് റോഡ് നവീകരിക്കൽ അനന്തമായി നീളുന്നതിന്റെ കാരണം. അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.